പക്ഷെ പാറ്റേഴ്സൺ ആഘോഷിക്കാൻ സമയമുണ്ടായിരുന്നില്ല. കാരണം യഥാർത്ഥ യുദ്ധം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ പരീക്ഷണങ്ങളെ മലിനമാക്കിയ അതേ ലെഡ് ലോകത്തെ മുഴുവൻ മലിനമാക്കുകയാണെന്ന സത്യം അദ്ദേഹത്തെ വേട്ടയാടി. അതിന്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡഡ് പെട്രോൾ ആണെന്നും അദ്ദേഹം സംശയലേശമില്ലാണ്ട് തെളിയിച്ചു. ഈ കണ്ടുപിടുത്തം അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചു. എന്തുകൊണ്ടാണ് ലെഡ് ഇത്രയും അപകടകാരിയാകുന്നത്? പാറ്റേഴ്സൺ കൂടുതൽ പഠിച്ചു. അദ്ദേഹം കണ്ടെത്തിയ സത്യങ്ങൾ ഞെട്ടിച്ചതായിരുന്നു. നമ്മുടെ ശരീരം ലെഡിനെ ഒരു ശത്രുവായി കാണുന്നില്ല. കാരണം അത് ശരീരത്തിന് ആവശ്യമുള്ള കാൽസ്യം പോലുള്ള ധാതുക്കളെ പോലെ പെരുമാറി നമ്മുടെ സിസ്റ്റത്തെ കബളിപ്പിക്കുന്നു. ഈ കബളിപ്പിക്കലിലൂടെ ലെഡ് നമ്മുടെ ഞരമ്പുകളിലും തലച്ചോറിലും വളരെ എളുപ്പത്തിൽ കയറിപ്പറ്റുന്നു. അവിടെ അത് നാഡീ സിഗ്നലുകളെ തടസ്സപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും വളരുന്ന പ്രായത്തിൽ കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തെ അത് എന്നേക്കുമായി മുരടിപ്പിക്കുന്നു. ഈ ഭയാനകമായ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം താൻ ഏറ്റുമുട്ടാൻ പോകുന്നത് ഒരു രാസവസ്തുവിനോടല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു വ്യവസായത്തിനോടാണെന്ന് ക്ലെയർ പാറ്റേഴ്സൺ മനസ്സിലാക്കി. ഈ ഭീമൻ വ്യവസായത്തിന്റെ ശാസ്ത്രീയ മുഖമായിരുന്നു ഡോക്ടർ റോബർട്ട് കീഹോ. പതിറ്റാണ്ടുകളായി ലെഡിന്റെ സുരക്ഷയെക്കുറിച്ച് വ്യാജ പഠനങ്ങൾ നടത്തി